നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ്, നമുക്ക് ഒരു മോഡ്യൂൾ 3 ഡെൽറ്റ മോഡുലേഷൻ പഠിക്കാനുണ്ട്. ഡെൽറ്റ മോഡുലേഷൻ, അപ്പോൾ അതിനകത്ത് വരുന്ന രണ്ട് നോയ്സസ് ഉണ്ട്. അത് നമ്മളെ ക്വാണ്ടൈസേഷൻ ആയിട്ട് ഡിപ്പെൻഡഡ് ആണ്. ഒന്ന് സ്ലോപ്പ് ഓവർലോഡ് എറർ, അതുപോലെ ഗ്രാനുലാർ നോയ്സ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? ഈ ക്വാണ്ടൈസേഷൻ എന്താണെന്നും ആ പ്രോസസ്സും നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഡെൽറ്റ മോഡുലേഷന്റെ രണ്ട് ലിമിറ്റേഷൻസ് ആണ് സ്ലോപ്പ് ഓവർലോഡ് എറർ ആൻഡ് ഗ്രാനുലാർ നോയ്സ്. അപ്പോൾ നെക്സ്റ്റ് ഡെൽറ്റ മോഡുലേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മൾ പൾസ് കോഡ് മോഡുലേഷൻ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ പൾസ് കോഡ് മോഡുലേഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് ഹൈ ആയിരുന്നു. ഓക്കെ, ബാൻഡ് വിഡ്ത്ത് വെരി ഹൈ ആയിരുന്നു, അല്ലെങ്കിൽ വെരി ലാർജ് ആയിരുന്നു. ഓക്കെ, അപ്പം അത് ഓവർകം ചെയ്യാനുള്ള ഒരു തേർഡ് ആണ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ മോഡുലേഷൻ ട്രാൻസ്മിറ്റ്സ് ഓൺലി 1 ബിറ്റ് പെർ സാമ്പിൾ ആണ് അതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. ഡെൽറ്റ മോഡുലേഷൻ ട്രാൻസ്മിറ്റ്സ് ഓൺലി 1 bit per sample. So it is often known as 1 bit differential PCM എന്ന് ഇതിനെ പറയാറുണ്ട്. ഇതിന്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ബാൻഡ് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ എന്ന് വെച്ചാൽ ബാൻഡ് വിഡ്ത്ത് ഇസ് ഈക്വൽ ടു n ഇൻറ്റു എഫ് എസ് എന്നാണ് അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 ബിറ്റ് പെർ സാമ്പിൾ ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ n ഈക്വൽ ടു 1 ആണ്. സോ ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു എന്ത് വരും? എഫ് എസ് വരും. ഓക്കെ, ഇൻ കേസ് ഓഫ് ഡെൽറ്റ മോഡുലേഷൻ ബാൻഡ് വിഡ്ത്ത് വിൽ ബി ഈക്വൽ ടു എഫ് എസ്. ഇൻ ഡെൽറ്റ മോഡുലേഷൻ the present sample value xt is compared with the approximate value x cap t. പിന്നെ ഡെൽറ്റ മോഡുലേഷന്റെ വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ക്വാണ്ടൈസേഷൻ പഠിച്ചപ്പം പറഞ്ഞായിരുന്നു, എക്സ് ടിയും ഉണ്ട്, അതുപോലെ എന്തുണ്ട്, എക്സ് ക്യൂ ഓഫ് ടി, അല്ലെങ്കിൽ അതിന് നമ്മൾ എക്സ് ക്യാപ്പ് ഓഫ് ടി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇവിടെ എക്സ് ടിനെയും അതുപോലെ അപ്രോക്സിമേറ്റഡ് വാല്യൂ ആയ എക്സ് ക്യാപ്പ് ഓഫ് ടിനെയും കമ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ഡെൽറ്റ മോഡുലേഷനിൽ ചെയ്യുന്നത്. ആ റിസൾട്ടിനെ ആയിരിക്കും നമ്മൾ ട്രാൻസ്മിറ്ററിലേക്ക് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻ ഡെൽറ്റ മോഡുലേഷൻ the present sample value xt is compared with approximated value അല്ലെങ്കിൽ നമ്മളെ ക്വാണ്ടൈസ്ഡ് വാല്യൂ. ഇവിടെ നമ്മൾ എക്സ് ക്യാപ്പ് ഓഫ് ടി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വൽ സാമ്പിൾ അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, പകരം ദ പ്രസന്റ് സാമ്പിൾ ഈസ് ഗ്രേറ്റർ ഓർ ലോവർ എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് ഡെൽറ്റ മോഡുലേഷനിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കണ്ടീഷൻസ് ഉണ്ട്, അത് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഡെൽറ്റ മോഡുലേഷന്റെ കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എക്സ് ടി ഉണ്ട്, എക്സ് ക്യാപ്പ് ഓഫ് ടി ഉണ്ട്. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്യും. ഇപ്പോൾ എക്സ് ടി ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ നമ്മളെ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ടായിരുന്നു, നമ്മളിങ്ങനെ ക്വാണ്ടൈസ് ലെവൽ വെച്ചിട്ട് ഇങ്ങനെ, ഇതാണ് നമ്മൾ അപ്രോക്സിമേറ്റ് സിഗ്നൽ എന്ന് പറയുന്നത്. അപ്പം ദിസ് ഈസ് അവർ എക്സ് ടി ആൻഡ് ദിസ് ഈസ് അവർ എക്സ് ക്യാപ്പ് ഓഫ് ടി. ഓക്കെ, അപ്പം എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എക്സ് ടിയും എക്സ് ക്യാപ്പ് ഓഫ് ടിയും കൂടെ കമ്പയർ ചെയ്യും. ഇഫ് എക്സ് ടി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി, then increase x cap of t by സ്റ്റെപ്പ് സൈസ് ആണ് ഇവിടെ കോൺസ്റ്റന്റ് സ്റ്റെപ്പ് സൈസ് ആണ്. ആ സ്റ്റെപ്പ് സൈസ് നമ്മൾ ഡെൽറ്റ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദിസ് മോഡുലേഷൻ ഈസ് കോൾഡ് ആസ് ഡെൽറ്റ മോഡുലേഷൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ് കണ്ടീഷൻ? എക്സ് ടി ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി, ഇൻക്രീസ് എക്സ് ക്യാപ്പ് ഓഫ് ടി ബൈ ഡെൽറ്റ. അതുപോലെ ഇഫ് എക്സ് ടി ലെസ് ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ എന്തായിരിക്കും? ഓപ്പോസിറ്റ്, ഡിക്രീസ് എക്സ് ക്യാപ്പ് ഓഫ് ടി ബൈ ഡെൽറ്റ. ഇതാണ് ഇതിന്റെ ഡെൽറ്റ മോഡുലേഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡെൽറ്റ മോഡുലേഷനിൽ എഴുതേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെൽറ്റ മോഡുലേഷൻ ട്രാൻസ്മിറ്റ്സ് ഓൺലി 1 ബിറ്റ് പെർ സാമ്പിൾ. അപ്പോൾ അതിന്റെ ബാൻഡ് വിഡ്ത്ത് വെച്ച് കഴിഞ്ഞാൽ എഫ് എസ് ആയിരിക്കും. പി സി എമ്മിലെ ബാൻഡ് വിഡ്ത്ത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡെൽറ്റ മോഡുലേഷന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. In delta modulation, the present sample value xt is compared with the approximated x cap of t, and
the result of this comparison is transmitted. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വൽ സാമ്പിൾ അല്ല ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, വി ആർ സെൻഡിങ് ദ ഇൻഫർമേഷൻ വെദർ പ്രസന്റ് സാമ്പിൾ ഈസ് ഹയർ ഓർ ലോവർ എന്നുള്ളതാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് കണ്ടീഷൻസ് എക്സ് ടി ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ബൈ ഡെൽറ്റ, എക്സ് ടി ലെസ് ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി ആണെങ്കിൽ ഡിക്രീസ് എക്സ് ടി ബൈ ഡെൽറ്റ എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഒരു ഡയഗ്രാം കാണിക്കാം. അപ്പം ഇതാണ് നമ്മളുടെ എക്സ് ഓഫ് ടി എന്ന് പറയുന്നത്. ഇനി നമ്മൾ എക്സ് ക്യാപ്പ് ഓഫ് ടി ഡ്രോ ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണ്. നമ്മൾ ഈ പോയിന്റ് നമ്മളുടെ എക്സ് ക്യാപ്പ് ഓഫ് ടി, ദിസ് ഈസ് എക്സ് ക്യാപ്പ് ഓഫ് ടി. അപ്പം എക്സ് ടിയും എക്സ് ക്യാപ്പ് ഓഫ് ടിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യും. ഈ പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് എക്സ് ടി എന്താണ്, ഗ്രേറ്റർ ആണ് അല്ലേ. ഈ പോയിന്റ് എടുക്കുമ്പോഴത്തേക്ക് എക്സ് ടി ഈസ് ഗ്രേറ്റർ. എക്സ് ടി ഗ്രേറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇൻക്രീസ് എക്സ് ക്യാപ്പ് ഓഫ് ടി ബൈ ഡെൽറ്റ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യണം. ഓക്കെ, ഇതാണ് ഡെൽറ്റ. ഇനി നെക്സ്റ്റ് ഈ പോയിന്റും ഈ എക്സ് ടിയും കൂടെ നമ്മൾ കമ്പയർ ചെയ്യുകയാണ്. അവിടെയും ഏതാകും ഗ്രേറ്റർ, എക്സ് ടി ആണ് ഗ്രേറ്റർ. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് വീണ്ടും ഡെൽറ്റ നമ്മൾ ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് എത്തി, ഈ പോയിന്റ് കൂടെ കമ്പയർ ചെയ്യുമ്പോഴും എക്സ് ടി ആണ് ലാർജർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഈ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് എന്താ വന്നിരിക്കുന്നത്, എക്സ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ക്യാപ് ടിനേക്കാളും ലെസർ ആണ്, ഈ കണ്ടീഷനാണ്. ദിസ് പോയിന്റ് ഈസ് എക്സ് ടി ആൻഡ് ദിസ് പോയിന്റ് ഈസ് എക്സ് ക്യാപ് ഓഫ് ടി. അപ്പോൾ എക്സ് ടി ലെസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം ബൈ സെയിം ഡെൽറ്റ. ഇവിടെ നമ്മൾ ഡെൽറ്റ സാമ്പിൾ ഡിക്രീസ് ചെയ്തു. ഇനി ഈ പോയിന്റും കൂടെ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, ദിസ് എക്സ് ടി ഈസ് ലെസ് ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി. അപ്പോൾ എന്ത് ചെയ്യണം, സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം. നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഈ പോയിന്റ് എടുക്കുമ്പോഴും എന്താണ്, എക്സ് ടി ലെസ് ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി. നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, എക്സ് ടി ഈസ് ഗ്രേറ്റർ ദാൻ എക്സ് ക്യാപ്പ് ഓഫ് ടി കണ്ടീഷൻ വന്നു. അപ്പോൾ സ്റ്റെപ്പ് സൈസ് എന്ത് ചെയ്യണം, നമ്മൾ ഇൻക്രീസ് ചെയ്യണം. ഈ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് എന്ത് പറ്റി, വീണ്ടും എക്സ് ക്യാപ്പ് ഓഫ് ടി ലെസ് ദാൻ ആയി, നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോകും. ഇപ്പൊ ഇതിനകത്ത് ഒരു സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സ്റ്റെപ്പ് സൈസ് എന്താണ്, ഫിക്സ്ഡ് ആണ്. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ ആണ്, അതുപോലെ ഈ ഡിസ്റ്റൻസ് ഡെൽറ്റ, ഇതെല്ലാം ഡെൽറ്റ ആണ്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. നമ്മൾ എന്തൊക്കെ കമ്പയർ ചെയ്യും, നമ്മളുടെ എക്സ് ടിയും അപ്രോക്സിമേറ്റഡ് സിഗ്നൽ ആ പോയിന്റും കൂടെ കമ്പയർ ചെയ്യും. അപ്പോൾ എക്സ് ടി ഗ്രേറ്റർ ആണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് സൈസ് ഡെൽറ്റ ഇൻക്രീസ് ചെയ്യണം. ഇനി തിരിച്ച് ലെസ് ആവുന്ന കേസിൽ, എക്സ് ടി ലെസ് ആവുന്ന കേസിൽ സ്റ്റെപ്പ് സൈസ് ഡിക്രീസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഡെൽറ്റ മോഡുലേഷന്റെ ഇത് വരുന്നത്, വേവ് ഫോം വരുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്തില്ല. അപ്പൊ ഇൻക്രീസ് ചെയ്യുന്നിട്ട് നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. കോഡ് വേർഡ്സ് പറയുമ്പോഴത്തേക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, ഇവിടെ ഇൻക്രീസ് ചെയ്യുന്നതിലൂടെ 1, ഇവിടെ ഇൻക്രീസ് ചെയ്യില്ല, അപ്പോൾ 1 വരും. ഇവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ 1 വരും, ഡിക്രീസ് ചെയ്യുമ്പോൾ 0 വരും. അഗൈൻ ഇവിടെ ഡിക്രീസ് 0, ഇവിടെ ഡിക്രീസ് 0, ഇവിടെ ഡിക്രീസ് 0, ഇൻക്രീസ് 1. അപ്പൊ ഇങ്ങനെ 1സും 0സും ആയിട്ടായിരിക്കും നമ്മൾ ഡെൽറ്റ മോഡുലേഷനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. അഗൈൻ ദിസ് 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും, അഗൈൻ ദിസ് 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇവിടെയും 1 വെച്ച് ഇൻക്രീസ് ചെയ്യുമ്പോൾ 1 വെച്ച് റെപ്രസെന്റ് ചെയ്യും, ഡിക്രീസ് ചെയ്യുമ്പോൾ 0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. അപ്പം ഡെൽറ്റ മോഡുലേഷന് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് മിനിമം ഇത്രയും കാര്യങ്ങൾ എഴുതണം. എന്താ ഡെൽറ്റ മോഡുലേഷൻ, അതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതുപോലെ കണ്ടീഷൻസ് എന്താണ്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഈ വേവ് ഫോം. പിന്നെ ട്രാൻസ്മിറ്റർ റിസീവറും വേറെ ഉണ്ട്. ഇതാണ് ഡെൽറ്റ മോഡുലേഷന്റെ കൺസെപ്റ്റ് വരുന്നത്.